മറഡോണ മറഡോണ മറഡോണ. കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മറഡോണയെ മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ, കായിക ലോകത്തൊക്കെ കായിക ശേഷിയെ വളരെ കൗതുകത്തോട് വീക്ഷിക്കുന്ന ആളുകൾക്ക് മറഡോണ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ, അദ്ദേഹത്തിന്റെ കായിക ശേഷിയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ ജീനോം ഒരു ഒരു മാസ്റ്റർ പീസാണ്, ഒരു മാസ്റ്റർ ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ കളി. ഫുട്ബോളിന് ഇത്രയധികം സൗന്ദര്യം കൊടുത്തത് തീർച്ചയായിട്ടും മറഡോണയാണ്. പന്ത് കൊണ്ട് ഇങ്ങനെ ഇന്ദ്രജാലം കാണിക്കാം എന്നുള്ളത് മറഡോണയ്ക്ക് ശേഷമാണ് ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ളൂ. അതിന്റെ മുന്നേ ഇത്തരത്തിലുള്ള ഡ്രിബ്ലിംഗ് പാഠമോ ഇത്തരത്തിലുള്ള സ്കില്ലുകളോ ഒന്നും ഫുട്ബോൾ ലോകത്തിന് പരിചയമില്ല എന്ന് തന്നെ വേണം പറയാം. അത് ഒരു പുതിയൊരു ഫുട്ബോൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറഡോണയാണ്, അതിലെ സംശയമല്ല. അതിന് ഇനി എത്ര മെസ്സി വന്നാലും എത്ര റൊണാൾഡോ വന്നാലും അതിനെ കവച്ച് വെക്കാൻ ആ ഫുട്ബോൾ മൈതാനത്ത് അദ്ദേഹത്തിന്റെ ആ ഡ്രിബ്ലിംഗ്, അദ്ദേഹത്തിന്റെ നെഞ്ചി വിരിച്ചിട്ടും തല ഉയർത്തിട്ടും അദ്ദേഹത്തിന്റെ ഓട്ടം, ആ ഫൗളിങ്ങിലൊക്കെ അദ്ദേഹം മറിഞ്ഞെഴുന്നേൽക്കുന്നത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത്രക്കധികം അദ്ദേഹത്തിന്റെ കളി കണ്ടു വളർന്ന ഞങ്ങളെപ്പോലുള്ള ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഫുട്ബോൾ പാഠങ്ങളിൽ കളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും മറഡോണ. അന്നൊന്നും ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും യൂട്യൂബും സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ എങ്ങനെയും കാസറ്റ് ഇട്ടിട്ടോ ടിവിയിലൊക്കെ ഇദ്ദേഹത്തിന്റെ കളികൾ എത്രമാത്രം അത് ലോകത്തെ ത്രസിപ്പിച്ചു എന്നറിയാം. എൻ്റെ വീട്ടിലെ എൻ്റെ വയസ്സായ എൻ്റെ വല്യമാർക്കും എൻ്റെ ഉമ്മമാർക്കും കുഞ്ഞും അവർക്ക് വരെ മറഡോണയെ അറിയാം. അത്രക്കധികം അദ്ദേഹം ഫുട്ബോൾ എന്നാൽ മറഡോണയാണ്. മറഡോണയോടുള്ള ആ ഒരു ഇഷ്ടം ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ട് എന്നുള്ള ഫുട്ബോളിന്റെ ആ സ്വാധീനം. അദ്ദേഹത്തിന്റെ 16-ാം വയസ്സിൽ അദ്ദേഹം ദേശീയ ടീമിൽ കടന്നു വരുന്നത് ഒരു പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടൊന്നുമല്ല. അദ്ദേഹം അത് ഇൻബോൺ ടാലന്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ജീനോം അത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ അദ്ദേഹത്തിന് 86-ലെ അദ്ദേഹത്തിന്റെ ലോകത്തെ നടുക്കിയ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കല്ല പോയത്. മറഡോണയുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ഉയർച്ച അദ്ദേഹത്തിന് കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയാണ്. അദ്ദേഹത്തെ ജീവിതത്തെ സ്വാധീനിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു ചെഗുവേരയും അതുപോലെ തന്നെ ഫിഡലും ഒക്കെ. സ്വാഭാവികമായിട്ടും അത് സ്വാധീനിക്കാനുണ്ടായിട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലമായിരിക്കാം. അദ്ദേഹം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ മുതലാളിത്തത്തിന്റെ ചൂഷണത്തിന്റെ എല്ലാ ദുരന്തവും ജീവിതത്തിൽ കണ്ടു വളർന്നൊരു വ്യക്തിത്വം. അപ്പൊ അതിനുള്ള ഒരു മോചന മാർഗമായി കണ്ട ഒരു മാർക്സിസ്റ്റ് ആശയം, നിരീശ്വരവാദ പ്രസ്ഥാനം, അതിന്റെ അന്നത്തെ കുലപതികളായിട്ടുള്ള പോരാളികളായിട്ടുള്ള ചെഗുവേര, ഫിഡൽ കാസ്ട്രോ, മുതലാളിത്തത്തിന്റെ കരണക്കുട്ടിക്ക് പ്രഹരമേൽപ്പിച്ച ആ വിപ്ലവ നായകരോട് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടാകുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാം വേണ്ട വിധേനയുള്ള നമ്മളെ ശരിയായ റൂട്ടിലൂടെ നയിച്ചില്ലെങ്കിൽ നമുക്ക് നാശമുണ്ടാവും. എന്നും മുതലാളിത്തത്തെ പ്രഹരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ മനുഷ്യന്റെ ലക്ഷ്യം. ചെഗുവേര ചുരുട്ടുവലിക്കാറുണ്ടായിരിക്കാം, കള്ളുകുടിക്കാറുണ്ടായിരിക്കാം. ആ ചെഗുവേരയോടുള്ള ഇഷ്ടം പ്രകാരം നമ്മളും അതൊക്കെ കള്ളുകുടിയും കഞ്ചാവ് വലിയും അതല്ലെങ്കിൽ പരസ്ത്രീ ബന്ധങ്ങളും അങ്ങനെ കുത്തഴിഞ്ഞ ഒരു തരം ഉന്മാദ തുല്യമായിട്ടുള്ള ജീവിതം, നമുക്കിഷ്ടമുള്ളതൊക്കെ ജീവിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ആശയം നമ്മെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര ടാലന്റ് ഉണ്ടായാലും അത് അവസാനിക്കുക ദുരന്തത്തിലേക്കായിരിക്കും. അതിനുള്ളൊരു ജീവിക്കുന്ന ഒരു എക്സാമ്പിളാണ് മറഡോണ. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ എന്നുള്ളത് എല്ലാ മനുഷ്യരും നമ്മളെ ജീവിതത്തിൽ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചുറ്റുവട്ടത്തിൽ ഇത്തരത്തിലുള്ള മറഡോണയെ പോലെ അല്ലെങ്കിലും ഒരുപാട് കഴിവുകളുള്ള പല മനുഷ്യരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ടാലന്റ്. അവര് എത്തിപ്പെടേണ്ട ദൂരത്തൊന്നും അവർ എത്തിപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. എനിക്ക് തന്നിട്ടുള്ള കഴിവുകളൊക്കെ അത് ഗിഫ്റ്റാണ്, എനിക്ക് പടച്ച തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ അതിനൊക്കെ ഞാൻ സത്യസന്ധമായ രീതിയിൽ അതിനൊക്കെ മറുപടി പറയണം, റബ്ബിന്റെ മുന്നിൽ നിൽക്കണം, എന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ. ജീവിതം എന്നുള്ള മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല, മരണത്തോടു കൂടിയാണ് എന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തുടങ്ങുന്ന ഒരു ലോകം എനിക്കായിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ്
മനുഷ്യന് യഥാവിധി സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ മറഡോണയെക്കുറിച്ച് ബോബി ചമ്മണൂർ എന്തായിക്കോട്ടെ, മറഡോണയെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നത്, അദ്ദേഹത്തിന്റെ മുന്നിൽ ഭക്ഷണം കഴിച്ചിരുന്ന അദ്ദേഹം കരഞ്ഞു, പിഞ്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കും, പക്ഷെ കളിക്കുമ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇഞ്ചുറി വന്നപ്പോൾ അതിന് കൊടുക്കേണ്ട മരുന്നിലൂടെ കൊക്കൈൻ ചേർത്ത് കൊടുത്തതാണ്, അങ്ങനെ അയാളെ കുടുക്കിയതാണ്, ചതിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. ആ ഒരു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മെന്റൽ ട്രോമ അദ്ദേഹം ഫുട്ബോളിൽ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വിജയ വഴിയിൽ ഉണ്ടായ ആ വലിയ ദുരന്തങ്ങൾക്ക് അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നില്ല. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടും അദ്ദേഹത്തിന് നീതി? അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ കുറ്റവാളിയാക്കപ്പെടുന്നു. ഇത്ര വലിയ ഹീറോയെ കുറ്റവാളിയാക്കപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. എവിടെ നിന്ന് കിട്ടും? ഏത് കോടതിയിൽ നിന്ന് അയാൾക്ക് നീതി കിട്ടും? കിട്ടില്ല. ഈ ഒരു മനുഷ്യൻ, ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് നീതി നിഷേധം മറഡോണയ്ക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും നമുക്ക് ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ബോധം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള കള്ളിനും കഞ്ചാവിനും കുത്തഴിഞ്ഞ ജീവിതത്തിനും ഒക്കെ അടിമപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണം മാത്രമാണ്. യഥാർത്ഥ ജീവിതം അത് അനന്തമായി നമ്മളുടെ മനസ്സ് കൊതിക്കുന്ന, നമ്മുടെ നഫ്സ്, നമ്മളുടെ ആത്മാവ് കൊതിക്കുന്ന അനന്തമായിട്ടുള്ള ഒരു ജീവിതമാണ്, അനന്തമായ സുഖസൗകര്യങ്ങളോടുള്ള ജീവിതമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധിയിലും അവൻ പിടിച്ചു നിൽക്കും. അവൻ മദ്യത്തിനും മദിരാക്ഷിക്കും ഒന്നും അടിമപ്പെടില്ല. കാരണം എന്താണ്? അവനറിയാം ഈ ലൈഫ് അതൊരു പരീക്ഷണ ഘട്ടമാണ്, അതൊരു നിസ്സാരമാണ്. നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ ഈ ഇട്ടാവട്ടമായിട്ടുള്ള ഭൂമിക്ക് സാധ്യമല്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. നിങ്ങൾ പറയും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഈ ഭൂമിക്ക് സാധിക്കും. എന്ത് കിട്ടിയാലും, നിങ്ങൾ എന്തെല്ലാം നേടിയെടുത്താലും അതെല്ലാം നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്നില്ല? കാരണം നമ്മുടെ മനസ്സ് തേടുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്താണ്. അതായത് അനന്തമായിട്ടുള്ള മരണമില്ലാത്ത, ആസ്വാദനത്തിന് അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകം മാത്രമാണ്. ആ ലോകം എത്തിപ്പെടുക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ നഫ്സ് സമാധാനമുള്ള അടയുകയുള്ളൂ. അതാണ് നമ്മളെ സൃഷ്ടിച്ച, ബീജത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നത്. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അള്ളാഹു അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലും വിജയിക്കാൻ കഴിയും. നിങ്ങൾ മദ്യത്തിനും മദിരാക്ഷിക്കും കുത്തഴിഞ്ഞ ജീവിതത്തിനും ഒന്നും അടിമപ്പെടാതെ നിങ്ങളുടെ ഹൃദയത്തെ കടിഞ്ഞാണിട്ട് പിടിച്ച് ജീവിച്ചാൽ ഇവിടെയും വിജയിക്കാൻ കഴിയും. ഹിയർ ആഫ്റ്റർ, ഇവിടുന്നും ഈ മരണത്തിന് ശേഷവും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. അങ്ങനെ വിജയം വരിക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.